ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, അതായത് നവംബർ 1 മുതൽ അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നാളെ മുതൽ ഇനി എന്നും വീഡിയോ ചെയ്യത്തില്ല, ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നുകിൽ ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊത്തിരി വലിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ നല്ല സ്പീഡിലിട്ടാണ് പോകുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നമ്മൾ അധികം വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ 60 ഡേയ്സ് ചലഞ്ചാണ്. നമ്മൾ മൊത്തത്തിൽ ഒന്ന് മാറാനായിട്ടാണ്. അതായത് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കില്ലേ, അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ 2 മന്ത് റെസൊല്യൂഷൻ എടുത്തു എന്ന് കരുതിയാൽ മതി കേട്ടോ. അതായത് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിന് മുന്നേ 2 മാസം മുന്നേ നമ്മൾ ആ ഒരു റെസൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് 2 മന്ത് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഒരുവിധം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാം. അതിനുശേഷം ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു വീഡിയോ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരുപാട് പേര് അതിൽ നമ്മളോടൊപ്പം ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് നമ്മൾ വളരെ കുറച്ച് ദിവസം മുന്നോടിയായിട്ട്, ഒരു മന്താണ് ഇത്തവണ നമ്മൾ ഒരു 60 ഡേ ചലഞ്ചായിട്ട് 2 മാസം മുന്നോടിയായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ അപ്പം നമ്മൾ PSC പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന് വേണ്ടി എന്തെങ്കിലും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു, അങ്ങനെ ഉള്ളവരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമുക്ക് അതിന് വേണ്ടിയുള്ളൊരു പ്ലേസ് കണ്ടെത്തുക. അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ആദ്യം നമുക്കൊരു വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കുക. നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ മാറിയായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യമൊക്കെ അനുസരിച്ച് ഒരു വർക്കിംഗ് പ്ലേസ്, അതായത് പഠിക്കാനാണെങ്കിൽ ഒരു പഠനമുറി, ഒരു ചെറിയ ടേബിൾ, കസേരയും, ഇനി അതില്ലാതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക എന്നതാണ് ഫസ്റ്റ് ജോബ്. ഞാനിവിടെ എൻ്റെ ബെഡ്റൂമിൽ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, പക്ഷേ എനിക്ക് എപ്പോഴും വന്ന് കിടക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് ആക്ച്വലി പഠിക്കാനിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് റിവിഷനുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യണം. മറ്റേ സ്ഥലം ആക്ച്വലി ക്ലീൻഡ് ആണ്, അതുകൊണ്ട് ഈ ഒരു സ്പേസ് ഒത്തിരി മെസ്സി ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ പഠനം മാത്രമല്ല നമ്മൾ മൊത്തത്തിലൊന്ന് നന്നാവുകയാണല്ലോ, അപ്പോഴത്തേക്ക് നമ്മുടെ ബെഡ്റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നവംബർ 1 തലേ ദിവസമാണ് ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് പറ്റിയില്ലെങ്കിൽ നിങ്ങളിത് എന്നാണോ കാണുന്നത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. എത്രത്തോളം താമസിച്ചു പോയി എന്ന് കരുതി ഇരിക്കുകയല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, അതാണ് കാര്യം. അപ്പം നിങ്ങൾ കാണുന്ന എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പൊടിയൊക്കെ അടിച്ച് ഒരുവിധം നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ ആ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു, കാരണം ഇതാണ് മെയിൻ പാർട്ട്. ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ക്ലീൻ ചെയ്ത് ഒരു പുതിയ തുടക്കം എന്ന രീതിയിലല്ലേ നമ്മൾ ന്യൂ ഇയറിനൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ടിട്ട് നമ്മൾ അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു നല്ലൊരു എൻവയൺമെൻറ്റിലായിരിക്കും നമ്മൾ ഉറക്കം ഉണരുന്നത്. അത് നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും തരുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്കൊരു നീറ്റ് സ്പേസ് ആയിരിക്കും നമുക്ക് ഇപ്പോൾ വായിക്കുമ്പോഴൊക്കെ അത് നമ്മൾ തലയ്ക്ക് കയറണമെങ്കിൽ നമ്മളൊരു നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കണം അല്ലേ. അത് ഒരുപാട് ചവറിൻ്റെ ഒക്കെ ഇടയിൽ ഇരുന്ന് പഠിച്ചാൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് അത്ര നന്നല്ല. ഓക്കെ, അപ്പം നമ്മുടെ PSC അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ് കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇത് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ഓവറാൾ മൊത്തം ഒരു ഡെവലപ്പ് വേണമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം, ജേണൽ എഴുതണം. ഇതിപ്പോൾ നവംബർ 1, 2 ശനി ഞായറും ആയതുകൊണ്ട് ഞാൻ അന്നത്തെ 2 ദിവസത്തേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഇത് വീക്ക്ലി ആണ് എഴുതുന്നത് കേട്ടോ. സൺഡേ ആയിരിക്കണം നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ജേണൽ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതി വെക്കേണ്ടത്. ഇതാണ് എൻ്റെ ജേണൽ. നിങ്ങൾക്കൊരു സാധാരണ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ ആയാലും അത് കളയാതെ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഡേറ്റ് ഇടുക, കാര്യങ്ങൾ എഴുതുക. ഞാൻ ഇപ്പോൾ ഒരു മന്ത് ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളൊക്കെ ആദ്യമേ ഈ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടതായിട്ട് ഓരോ ഡേറ്റ് ഇട്ടിട്ട് അത് നമ്മൾ വീക്ക്ലി ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സാറ്റർഡേയും സൺഡേയും ഉള്ള കാര്യമാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് ആ ഒരു 60 ഡേയ്സിലും ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വീക്ക്ലി ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും കൂടി കാണുമല്ലോ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഈ ജേണൽ നമ്മുടെ ആ ഒരു ടൈം കൺസ്യൂമിങ്ങിനും എല്ലാത്തിനും നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ ഒരു ബുക്ക് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ബുക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത വർഷം തൊട്ട് ഞാൻ എന്തായാലും വളരെ കുറച്ച് ബുക്കിൽ ഒതുക്കാനായിരിക്കും നോക്കുന്നത്. ഇത്തവണ ഞാൻ കുറച്ച് ഇതൊക്കെ കൂടിയിട്ട് ഞാൻ കുറേ ബുക്കൊക്കെ വാങ്ങിച്ച് കൂട്ടിയായിരുന്നു. അടുത്തവണ എന്തായാലും എല്ലാം ഒരു ബുക്ക് അല്ലെങ്കിൽ 2 ബുക്കിൽ ഒതുക്കും. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് വിശദീകരിച്ച് നമ്മുടെ ടാസ്കുകൾ എഴുതുകയാണ്. അതായത് നേരത്തെ ബുക്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എഴുതിയത്. ഇതിൽ കുറച്ചുകൂടി വിശദീകരിച്ച്, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് വൃത്തിയാവുന്ന രീതിയിൽ
നല്ല ഭംഗിക്ക് നിങ്ങൾക്ക് കളർ പെൻസിലൊക്കെ യൂസ് ചെയ്ത് എഴുതിയാൽ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ട് എഴുതിയാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ എഴുതാൻ അറിഞ്ഞൂടാ അങ്ങനെയുള്ളവർക്ക് ഞാൻ എഴുതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് 6:30 മുന്നേ എഴുന്നേക്കുക. അപ്പോൾ വേക്കപ്പ് ബിഫോർ 6:30. പിന്നെ ഞാനൊരു മോർണിംഗ് വാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നട്ട്സ് കഴിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നാളത്തേക്ക് ഞാൻ അധികം ഒരുപാട് സമയം പഠിക്കുന്നതില്ല. 3 അവർ സ്റ്റഡിയാണ് ഞാൻ എഴുതിക്കുന്നത്. ആദ്യമേ നമ്മൾ ഒരുപാട് ആവരുത്, കുറച്ചേ പഠിച്ചു വരിക. പിന്നെ ഞാൻ ഡയറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്കിൻ ഹെയർ കെയർ ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പെൻഡിങ് ക്ലാസ്സസ് ഉണ്ട്. അത് ഒരുപാടുണ്ട്. അതിൽ ഒത്തിരിയെങ്കിലും കണ്ടു തീർക്കണം. അതാണ് ഈ 3 അവർ സ്റ്റഡിയിൽ വരുന്നത്. പിന്നെ നൈറ്റ് ഞാൻ വെറുതെ നോട്ട് എഴുതി പോവുകയാണ്. അപ്പോൾ അതൊന്ന് പഠിക്കാനുള്ളൊരു സമയം എടുക്കുക. പിന്നെ ഒരു ബുക്ക് വായിക്കുക. പിന്നെ എനിക്ക് കുറച്ച് ഒരു ഔട്ടിംഗ് ഉണ്ട് നാളെ. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് സമയമൊക്കെ നേരത്തെ എഴുതി സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ഒരു വിശദീകരിച്ച് തന്നെ നാളത്തെ, അതായത് നവംബർ 1 ടാസ്കും നവംബർ 2 ടാസ്കും എഴുതിയത്. കാരണം 2 ദിവസമാണല്ലോ സൺഡേ വരുമ്പോൾ പിന്നെ നമുക്ക് സൺഡേ തൊട്ട് അടുത്ത സൺഡേ വരെയുള്ള കാര്യങ്ങൾ, സൺഡേ നൈറ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൺഡേ മുതൽ അടുത്ത സൺഡേ വരെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അതാകുമ്പോൾ ഇങ്ങനെ എഴുതാൻ നമുക്ക് സമയം കളയണ്ട. നമുക്ക് അത് ഒരാഴ്ചത്തേക്ക് എഴുതുമ്പോൾ ഞാൻ ആദ്യം ഡെയിലി എഴുതാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത് എനിക്ക് പിന്നെ പതുക്കെ മടുപ്പുണ്ടാക്കി. അപ്പോൾ പക്ഷേ വീക്ക്ലി എഴുതുമ്പോൾ കുറച്ചും കൂടി എനിക്കത് ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ ശനി ഞായറും ആണ് എഴുതുന്നത്. നവംബർ 1ഉം നവംബർ 2ഉം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡെവലപ്പിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഉണരാൻ നോക്കുക. ഒരു 6:30 അല്ലെങ്കിൽ ഒരു 7 മണിക്ക് മുന്നോടിയായിട്ടെങ്കിലും നിങ്ങൾ എഴുന്നേക്കാൻ നോക്കുക. പതുക്കെ അത് കുറച്ച് ഒരു 5:30 ആവാൻ നോക്കുക കേട്ടോ. അതുപോലെ ഒരു ചെറിയ എക്സസൈസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ചെറിയ മോർണിംഗ് വാക്കോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന, ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കി നമുക്ക് പല രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. അതിൽ അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു എക്സസൈസ് ചൂസ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഡയറ്റ് നോക്കുക. പിന്നെ ഡെയിലി ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ നോക്കുക. ഒരു പേജെങ്കിൽ ഒരു പേജ് വായിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ മെയിൻ എയിം ഉണ്ടാവണം. നിങ്ങൾ ഈ ഒരു ജേണലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മെയിൻ എയിം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ആ ജോലി, അപ്പോൾ അതിന് വേണ്ടി ഒരു മാക്സിമം 6 അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഞാൻ എൻ്റെ എയിമിന് വേണ്ടി നാളെ 3 അവറാണ് എടുക്കുന്നത്. അത് പതിയെ കൂട്ടി ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ 6 അവറിലേക്ക് എത്തിക്കും. പിന്നെ അതിൽ നിന്ന് കൂട്ടി വരാനായിരിക്കും ശ്രമിക്കുന്നത്. അതിൽ നിന്ന് ഒരിക്കലും കുറയരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനും കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കണം കേട്ടോ. ബൈ.